അപ്പോൾ SNDP ലീഡർഷിപ്പ് എന്ന് പറയുന്നത് BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചയായ വർഗീയത പറഞ്ഞ് BJPയുടെ രാഷ്ട്രീയത്തെ, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ നടത്തുന്ന നീക്കങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. VD സതീശനെതിരെ തുറന്ന ആക്രമണമാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. അതിന് പിന്തുണയുമായി ഇതാ ഇപ്പോൾ സുകുമാരൻ നായരും രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് VD സതീശൻ മാത്രമാണ് പ്രതികരിക്കാനുള്ളത്. അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പുമുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? VD സതീശനെ സംരക്ഷിക്കാനോ VD സതീശന് വേണ്ടി ഒരു പിന്തുണ നൽകാനോ ഈ സമുദായ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറുണ്ടോ? ഇപ്പോ കേരളത്തിലെ എല്ലാ പരിപാടികളിലും നിറഞ്ഞു നിൽക്കുന്ന ദേശീയ നേതാവ് KC വേണുഗോപാലിനെ കാണാനുണ്ടോ? KC വേണുഗോപാൽ ഇതുവരെ എന്തെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇത് ആദ്യത്തെ പ്രസ്താവനയല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഇതിനു മുൻപും ഒരുപാട് തവണ ഇത്തരത്തിലുള്ള സമാനമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, മുസ്ലിം ലീഗ് വർഗീയവാദികളാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് കേരളത്തിൽ വർഗീയ വിഷം തുപ്പുമ്പോൾ എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ മിണ്ടാത്തത്? എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മിണ്ടാത്തത്? VD സതീശനെ പോലുള്ള നേതാക്കളെ ഒതുക്കുന്നതിനായി രമേശ് ചെന്നിത്തലയെ മന്നം ജയന്തിക്ക് വിളിച്ചില്ലേ NSS? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു ഇരട്ടത്താപ്പ് കോൺഗ്രസിലെ പല നേതാക്കൾക്കുമുള്ളത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ നേതാക്കളെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും പേടിയാണെന്ന്.